വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം ബയോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, ജീവാണുവളങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. 1. മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. 2. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. 3. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നു. 4. ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ്, 2ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്രീകരണത്തിൽ പ്രോക്യാരിയോട്ട് കോശങ്ങളുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ പ്രോക്യാരിയോട്ട് കോശങ്ങളുടെ സവിശേഷതകൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? 1. കോശാംഗങ്ങൾ കുറവ്. നെക്സ്റ്റ്, സ്തരാവരണമുള്ള കോശാംഗം ഇല്ല. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 3 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. 3ാമത്തെ ചോദ്യം, ചിത്രീകരണം ഉചിതമായി പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് ഫാമിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ എയും തന്നിട്ടുണ്ട്. 2ാമത്തില് ഹൈഡ്രോപോണിക്സ് ആണ്. 1ാമത്തില് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതാണ്. സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാരം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പൊ എയുടെ ഭാഗത്ത് നമ്മൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ബി ഹൈഡ്രോപോണിക്സ്. അപ്പൊ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നാണ് എഴുതേണ്ടത്. ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാസപരിണാമ സിദ്ധാന്തത്തിന്റെ സാധൂകരണത്തിൽ ചുവടെ നൽകിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പങ്ക് വ്യക്തമാക്കുക. സിഡ്നി ഫോക്കസും ജോവാൻ ഒറോവും. രാസപരിണാമ സിദ്ധാന്തത്തിന്റെ സാധൂകരണത്തിൽ സിഡ്നി ഫോക്കസ്, ജോവാൻ ഒറോ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സിഡ്നി ഫോക്കസ് എന്താ പറഞ്ഞത്? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു. പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു. ജോവാൻ ഒറോയോ? അഡിനിൻ നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. അഡിനിൻ നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. വിനിയോഗവുമായി ബന്ധപ്പെട്ട ചിത്രം നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 1. ചിത്രത്തിൽ തന്നിരിക്കുന്ന ജലസേചന രീതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രീതിയുടെ 2 മേന്മകൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ജലസേചന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ തിരിനന ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കാം. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിനു വേണ്ടി വരുന്നുള്ളൂ. അതാണ് ഇതിന്റെ മേന്മ എന്ന് പറയുന്നത്. ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കാം. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ തിരിനന എന്നാണ് ആ മെത്തേഡിന് പറയുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സസ്യപോഷകങ്ങൾ മൈക്രോ ന്യൂട്രിയൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മാക്രോ ന്യൂട്രിയൻസ് ആയിരിക്കും. മാക്രോ ന്യൂട്രിയൻസ് മാക്രോന്യൂട്രിയനിൽ നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസിൽ എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. മൈക്രോ ന്യൂട്രിയൻസിൽ നമുക്ക് ബേരിയം, ബോറോൺ, സിങ്കർ, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ, ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിൽ ആദിമ കോശം രൂപപ്പെട്ടതിന്റെ ചിത്രീകരണം നൽകിയിരിക്കുന്നു. അതിൽ വിട്ടുപോയ ഭാഗങ്ങളെ ഉചിതമായി പൂരിപ്പിക്കുക. 1ാമത്തേതിൽ സമുദ്രത്തിൽ ലഘു ജൈവ കണികളുടെ രൂപം. എയും ബിയും തന്നിട്ടില്ല.
സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ള ആദിമ കോശം രൂപപ്പെടുന്നു. അപ്പോൾ ആ പ്രോസസ്സിന്റെ ആ എയും ബിയും ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് എ എന്ന് പറയുന്നത് സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണമാണ്. ബി എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടും. ബിയില് ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു. എയില് സങ്കീർണ ജൈവ കണികളുടെ രൂപീകരണം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, യൂക്കാരിയോട്ട് കോശത്തിൽ കോശാംഗങ്ങൾ രൂപപ്പെടുന്ന ചിത്രീകരണത്തിൽ എയും ബിയും എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അവിടെ തന്നിട്ടുണ്ട്. എയും ബിയും എന്താണെന്ന് എഴുതണം. ഇവിടെ ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ മൈറ്റോകോൺട്രിയയായി മാറുന്നു. യൂക്കാരിയോട്ട് കോശത്തിലെ കോശാംഗങ്ങളുടെ രൂപീകരണം ചെറുകോശമായ പ്രകാശ സംരക്ഷണ ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ഇതിലെ എയും ബിയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ എയും ബിയും എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ചെറുകോശമായ എയറോബിക് ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ചെറുകോശമായ എയറോബിക് ബാക്ടീരിയയെ വിഴുങ്ങുന്നു. ബി പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയയെ ദഹിപ്പിക്കുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു. പ്രകാശ സംരക്ഷണ ബാക്ടീരിയയെ ദഹിപ്പിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ ഹരിതകണമായിട്ട് മാറുന്നു. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ സംവിധാനം ജലവിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ? വെർട്ടിക്കൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കാണ്. ഒന്ന്, ഈ വെർട്ടിക്കൽ ഫാമിംഗ് ജലവിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ? ബി, ഈ കൃഷി രീതിയിലൂടെ സ്ഥലപരിമിതി മറികടക്കുന്നത് എങ്ങനെ? അങ്ങനെയാണ് സ്ഥലപരിമിതി മറികടക്കുന്നതെന്നും ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് വെർട്ടിക്കൽ ഫാമിങ്? മുകളിലെ പാളിയിൽ നിന്ന് താഴെയുള്ളവയിലേക്ക് വെള്ളം വീഴുന്നതിനാൽ, മുകളിലെ പാളിയിൽ നിന്ന് താഴെയുള്ള പാളിയിലേക്ക് വെള്ളം വീഴുന്നതിനാൽ പല സസ്യങ്ങളും ഒരേ വെള്ളം തന്നെ വീണ്ടും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇത് വെള്ളം ലാഭിക്കാൻ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത ഇതിൽ പ്രയോജനപ്പെടുത്താം. രണ്ടാമത്തേത് ബി ക്വസ്റ്റ്യൻ, ചെറിയ സ്ഥലത്ത് ഇത് എങ്ങനെയാണ് സ്ഥലപരിമിതിനെ മറികടക്കുന്നത്? ചെറിയ സ്ഥലത്ത് കൂടുതൽ വിളകൾ വളർത്താൻ കഴിയുന്ന തരത്തിൽ മുകളിലേക്ക് ചെടികൾ വളർത്താൻ വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഷെൽഫുകളോ അടുക്കി വെച്ച പാളികളോ ഉപയോഗിക്കുന്നു. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാം. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതില് ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളങ്ങൾ, മേന്മകളും പരിധികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സെമിനാറിൽ നാനോ വളങ്ങളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് അഭിപ്രായപ്പെട്ടു. ഒന്ന്, നാനോ വളങ്ങളുടെ 2 മേന്മകൾ എഴുതുക. രണ്ടാമത്തത്, കൃത്രിമ വളങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കേണ്ടതുണ്ടോ, എന്തുകൊണ്ട്? ഒന്ന്, നാനോ വളങ്ങളുടെ 2 മേന്മകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നാനോ വളങ്ങളുടെ മേന്മകൾ? സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് കഴിയും. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. മൂന്നാമത്, കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റുന്നില്ല. ഇനി കൃത്രിമ വളങ്ങളോ ഉണ്ട് അല്ലെ? അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്ക് വിഘാടകർക്കും എന്ത് ചെയ്യും? ദോഷം ചെയ്യും. ദൂരവ്യാപകമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും അവ ഉണ്ടാക്കും. അപ്പൊ കൃത്രിമ വളങ്ങൾ ഇത്തരം ദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, നാനോ വളങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക. 2, കൃത്രിമ വളങ്ങളുടെ ദോഷങ്ങളും എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഒരു പരീക്ഷണമാണ് തന്നിരുന്നത്. ഒന്ന്, ഈ പരീക്ഷണത്തിൽ സാധൂകരിക്കുന്ന പരിണാമ സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ സൂചിപ്പിക്കുന്ന എക്സ് എന്ന് പറയുന്നതും അതുപോലെ വൈ എന്ന് സൂചിപ്പിക്കുന്നതും എന്തിനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സിന്റെ വൈ എന്ന് സൂചിപ്പിക്കുന്നതും എന്തിനെയാണെന്ന് ചോദിച്ചു. ഇനി എക്സിന് സമാനമായി ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സിന് സമാനമായി ആദിമ ഭൂമിയിൽ നിലനിന്നിരുന്ന, അപ്പോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് പരിണാമ സിദ്ധാന്തം? ഇത് രാസപരിണാമ സിദ്ധാന്തമാണ്. ഇത് ഏത് പരിണാമ സിദ്ധാന്തമാണ്? രാസപരിണാമ സിദ്ധാന്തം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് വൈദ്യുതി സ്പാർക്കാണ്, അതായത് ഇലക്ട്രോണുകളുടെ സഹായത്താലുള്ള വൈദ്യുതിയാണ്. വൈ എന്ന് പറയുന്നത് അമിനോ ആസിഡുകളാണ്. ഇവിടെ ഈ എക്സിന് പകരം, അതായത് വൈദ്യുതി സ്പാർക്ക്, ഇലക്ട്രോണുകളുടെ സഹായത്താലുള്ള ഈ വൈദ്യുതിക്ക് പകരം ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്ന സൂര്യപ്രകാശം, ഇടിമിന്നല്, അൾട്രാവയലറ്റ് കിരണങ്ങള്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ,
10ാമത്തെ ക്വസ്റ്റ്യനില് പ്രസ്താവന വിലയിരുത്തി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. GM വിളകളുടെ കടന്നുവരവ് നാടൻ ഇനങ്ങൾക്ക് ഭീഷണിയായേക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ GM വിളകൾ വികസിപ്പിക്കുന്നത് എങ്ങനെ? രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ത്? അപ്പോൾ എങ്ങനെയാണ് GM വളങ്ങള്? ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ ജനിതക മാറ്റം വരുത്തിയ വിളകളാണ് GM വിളകൾ എന്ന് പറയുന്നത്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ ജനിതക മാറ്റം വരുത്തിയ വിളകളാണ്. ഇനി നാടൻ ഇനങ്ങൾ ഇതുണ്ടോ? നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും അല്ലെ. അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിച്ചിരിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അതുപോലെ പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ചു മാത്രം മതി, എന്നാൽ ഇതിന് ചിലവ് കുറയ്ക്കാം. നാടൻ ഇനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ച് എടുക്കാൻ. അപ്പൊ നാടൻ ഇനങ്ങൾ എന്താണ് നമ്മൾ വളർത്തേണ്ടതുണ്ട് അല്ലെ. നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഇതൊക്കെയാണ്. അല്ലെങ്കിൽ B ക്വസ്റ്റ്യൻ പ്രസ്താവന വിലയിരുത്തി നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കൃഷിയിടങ്ങളിലെ കീടങ്ങളെ പൂർണ്ണമായും കൊന്നൊടുക്കാതെയും പ്രകൃതിക്ക് ദോഷം വരുത്താതെയും കീടനിയന്ത്രണം സാധ്യമാണ്. ഇതിനായി സ്വീകരിക്കാവുന്ന ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ. അപ്പൊ കീടങ്ങളെ പൂർണ്ണമായും കൊന്നൊടുക്കാതെ പ്രകൃതിക്ക് ദോഷം വരുത്താതെയും നിയന്ത്രിക്കാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഇത്തരം കീടനിയന്ത്രണം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നും കൂടെ എഴുതുക. നമുക്ക് നോക്കാം. എന്താണ് പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങളുണ്ട്, മിത്ര കീടങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ മാർഗങ്ങളാണ്? യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങളും മിത്ര കീടങ്ങളും. ഇങ്ങനെയുള്ളത് സംയോജിത ഇന്റഗ്രേഷൻ അല്ലെ, സംയോജിത കീടനിയന്ത്രണം എന്ന് അറിയപ്പെടുന്നു. സംയോജിത കീടനിയന്ത്രണം എന്നറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങളുടെ ബയോളജി ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.